ഫിഹർ ഗോത്രത്തിലെ ഖുറൈശി തറവാട്ടിലെ മനുഷ്യരെ, ഈ വിശുദ്ധമായ താഴ്വരയിൽ ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലേ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അബൂ ഖുബൈസ് മലമുകളിലെ ഈ വിളി കേട്ടപ്പോൾ എന്താണ് വിഷയം എന്ന് അദ്ദേഹത്തോട് ആളുകൾ പോയി അന്വേഷിച്ചു. അപ്പോൾ ആ നാട്ടിൽ തന്നെയുള്ള വളരെ സമ്പന്നനായൊരു വ്യക്തി ഇദ്ദേഹവുമായി കച്ചവടത്തിൽ ഏർപ്പെടുകയും കച്ചവട വസ്തുക്കളൊക്കെ വാങ്ങിയതിന് ശേഷം അയാൾക്ക് അതിൻ്റെ നൽകേണ്ട തുകയും സമ്പാദ്യവും നൽകാതെ അദ്ദേഹത്തെ വേട്ടയാടുകയും ചെയ്തു. മറ്റൊരു ദേശത്തുനിന്ന് വന്നിട്ട് എനിക്കിവിടെ വീടും കുടുംബമൊന്നുമില്ല, ഞാനിവിടെ ഒറ്റക്കാണ്, ഇതുപോലത്തെ ഒരു നാട്ടിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം അവിടെയുള്ള മനുഷ്യരുടെ ഉള്ള് പൊള്ളിച്ചു. അവർ അബ്ദുല്ലാഹിബിൻ ജദ്ആൻ അത്തമീമി എന്ന ഖുറൈശി നേതാവിൻ്റെ വീട്ടിൽ ഒത്തുകൂടി. അവർ തീരുമാനമെടുത്തു. ഈ മക്കയിൽ ഇജ്തമഅത് ഖുറൈശുൻ ഫീ ദാരി അബ്ദുല്ലാഹിബിൻ ജദ്ആന ലിശറഫിഹി വസിന്നിഹി, പ്രായം കൊണ്ടും മഹത്വം കൊണ്ടും ഏറെ മുന്നിൽ നിൽക്കുന്ന അബ്ദുല്ലാഹിബിനു ജദ്ആന്റെ വീട്ടിലാണ് ഒത്തുകൂടിയത്. ഫതആഖദു വതആഹദു അല അൻ ലാ യജിദു ബിമക്കത മത്ലൂമൻ മിൻ അഹ്ലിഹാ വമൻ ദഖലഹാ മിൻ സായിരിൻ നാസി ഇല്ലാ ഖാമു മഅഹു ഹത്താ തുറദ്ദ അലൈഹി മത്ലിമതുഹു. ഈ നാട്ടിൽ ഒരാളും ആക്രമിക്കപ്പെടാൻ പാടില്ലെന്നും പരദേശികളായി വരുന്ന മനുഷ്യർ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ നാട് ഒന്നിച്ചു നിൽക്കുമെന്നും അവർ 100% തീരുമാനമെടുത്തു. ആ തീരുമാനത്തെയാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നത്. ഹിൽഫുൽ ഫുദൂൽ എന്നാണ് ആ കരാറിൻ്റെ പേര്. അറേബ്യൻ ദേശത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഉള്ളിലെ ആ വലിയ നന്മ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 20 വയസ്സേ പ്രായമുള്ളൂ. പ്രവാചകനും ഈ വിളികേട്ട് അബ്ദുല്ലാഹിബിൻ ജദ്ആന്റെ വീട്ടിലേക്കുള്ള വിളികേട്ട് ആ സഭയിൽ പങ്കെടുത്തു, അതിന് സാക്ഷിയായി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിൽഫുൽ ഫുദൂലിനെ കുറിച്ച് നടത്തിയ പ്രയോഗം ലഖദ് ഷഹിദ്തു ഫീ ദാരി അബ്ദുല്ലാഹിബിൻ ജദ്ആന ഹിൽഫൻ, അബ്ദുല്ലാഹിബിൻ ജദ്ആന്റെ വീട്ടിൽ വെച്ച് ഞാൻ ഒരു കരാറിൽ, ഒരു സത്യവാചകം ഏറ്റുപറയുന്ന ഒരു വലിയ ദൗത്യത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. മാ ഉഹിബ്ബു അന്നലി ബിഹി ഹുംറൻ നഅം, എനിക്ക് അറബികൾ ഏറ്റവും വിലപ്പെട്ടതായി പരിഗണിച്ചിരുന്ന ചുവന്ന ഒട്ടകങ്ങൾ ഒരുപാട് നൽകിയാലും ആ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ എന്നോട് പറഞ്ഞാലും അതിലേറെ എനിക്ക് പ്രിയപ്പെട്ടത് ആ കരാറായിരിക്കും. നമ്മൾ ഓർക്കണം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാൻ അന്നത്തിനു വേണ്ടി ആടുമേച്ചിരുന്ന കാലമാണത്. പ്രവാചകത്വത്തിൻ്റെ മുൻപ് ഖുറൈശികളുടെ ഗോത്രത്തിൽപ്പെട്ട ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ടും രാജഭരണമിരിക്കുന്ന വീട്ടിൻ്റെ ഉടമസ്ഥനായിട്ടും അവിടുത്തെ പേരക്കുട്ടിയായിട്ടും അവിടുത്തെ മോനായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപജീവനത്തിന് വേണ്ടി ആടിനെ നോക്കിയും ഖദീജ ബീവിയുടെ കച്ചവടം നോക്കിയും ഒക്കെ നടക്കേണ്ടി വന്നിരുന്ന കാലഘട്ടങ്ങളോട് ചേർന്ന സന്ദർഭമായിരുന്നു അത്. എന്നിട്ട് പോലും പ്രവാചകൻ പറയാണ്, എനിക്ക് ചുവന്ന ഒട്ടകങ്ങളെ നീട്ടിത്തന്നാലും ഞാൻ ആ കരാറിൽ നിന്ന് പിൻവാങ്ങില്ലെന്നും വലൗ ഉദ്ഉയ ബിഹി ഫിൽ ഇസ്ലാമിൽ അജബ്തു, ഇസ്ലാമിൻ്റെ കാലത്ത് പ്രവാചകത്വം കിട്ടിയതിൻ്റെ ശേഷമാണെങ്കിൽ പോലും എൻ്റെ എതിർചേരിയിൽപ്പെട്ട, എൻ്റെ വിമർശകരായ, എൻ്റെ ശത്രുക്കളായ അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ നീതിയുടെ പുലർച്ചയ്ക്കു വേണ്ടി ഇതുപോലത്തെ കരാറുകളിൽ ഞാൻ ഏർപ്പെടും. അതിനെനിക്ക് എൻ്റെ വിശ്വാസവും ഇസ്ലാമും തടസ്സമല്ല, അത് സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതെനിക്ക് നിർവഹിക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹം നിരന്തരം ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാഴ്ചകളിൽ, നമ്മുടെ കേൾവികളിൽ അധർമ്മങ്ങളും തിന്മകളും അസത്യങ്ങളും അസംബന്ധങ്ങളും ഓരോ ദിനവും ജനിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരിയുടെ, ലൈംഗിക രംഗത്തെ ഏറ്റവും വൃത്തികെട്ട കാഴ്ചകളുടെ, യുവത നശിക്കുന്നതിൻ്റെ, മനുഷ്യൻ തകരുന്നതിൻ്റെ, ചുറ്റും ഒരുപാട് അനീതികൾ നടക്കുന്നതിൻ്റെ നേർസാക്ഷ്യങ്ങൾക്ക് നമ്മൾ നിരന്തരം സാക്ഷിയാകണം. ഒരു ഭാഗത്ത് ഭരണകൂടം വളരെ തെറ്റായ നിയമനിർമ്മാണങ്ങളിലൂടെ, നിയമ നടപടികളിലൂടെ, കരാറുകളിലൂടെ, സിദ്ധാന്തങ്ങളിലൂടെ, തത്വങ്ങളിലൂടെ സമൂഹത്തെ അരികവൽക്കരിക്കാനും ഒരു ജനതയെ അവസാനം ജനസൈഡിൻ്റെ വംശഹത്യയുടെ മുനമ്പിലേക്ക് പതിയെ തള്ളി നീക്കി ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ ഞാൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം, എൻ്റെ ജോലി എന്ന പരിമിതിയിലേക്ക് ചുരുങ്ങുന്നവരാണ് സമൂഹത്തിലെ ജാതി മത വ്യത്യാസമില്ലാതെ വരുന്ന പരമാവധി സമൂഹങ്ങൾ. ഇതിൻ്റെ കാഴ്ചപ്പുറത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഓരോ ദിവസവും വിഷം പുരട്ടിയ കത്തി
അരികിലേക്ക് ചേർത്ത് നിർത്തപ്പെടുന്നുണ്ട് എന്നറിയുമ്പോഴും സ്വന്തം വ്യക്തിപരമായ അജണ്ടക്കപ്പുറത്ത് നമുക്ക് മറ്റൊരു അജണ്ടയുമില്ലെങ്കിൽ ഹിൽഫുൽ ഫുദൂലിന്റെ ഓർമ്മകളിലേക്ക് ജനതയെ വിളിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം മിമ്പറുകൾക്കുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് വിഷയം ഈ നിലക്ക് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്, വകാന ഹാദൽ ഹിൽഫു മിൻ മആസീരിൽ അറബി ഖബല അൽ ഇസ്ലാം. അറേബ്യൻ സമൂഹത്തിന്റെ പ്രൗഢമായ ഓർമ്മകളുടെ ചരിത്രത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണത്. വഅഖറഹു നബിയു ബഅദ നുബുവ്വ. പ്രവാചകത്വത്തിനു ശേഷം അത് നമ്മുടെ രീതിയാണ്. ആ മആസീർ, അറബ് ജനത അന്ന് സ്വീകരിച്ച നീതിക്കൊപ്പം നിൽക്കുന്ന, ധർമ്മത്തിനൊപ്പം നിൽക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്കു വേണ്ടി ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ രീതിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അതിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയാണ്, യദുല്ലു ഖൗലുഹു, പ്രവാചകന്റെ ഈ വാക്ക്, ഏത് വാക്ക്? ലൗ ഉദ്ഉയ ബിഹി ഫിൽ ഇസ്ലാമിൽ അജബ്തു. ഞാൻ ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ ഭാഗമായിരിക്കെ, ഇസ്ലാമിന്റെ പ്രവാചകനായിരിക്കെ എന്നെ ആരെങ്കിലും അതിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുമായിരുന്നു എന്ന ആ വാചകം സൂചിപ്പിക്കുന്നു അല മശ്റൂഇയ്യത്തി തആവുനി അല ഇസാലത്തി ദുൽമി വലൗ മഅ ഗൈറിൽ മുസ്ലിമീൻ. അത് അല മശ്റൂഇയ്യത്തി തആവുൻ, പരസ്പര സഹകരണത്തിന്റെ മതപരമായ അടിത്തറയെ, പ്രാമാണികതയെ, തെളിവിനെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല ഇസാലത്തി ദുൽമി, അക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കാര്യത്തിൽ, വലൗ മഅ ഗൈറിൽ മുസ്ലിമീൻ, അത് അമുസ്ലിങ്ങളുടെ കൂടെ ചേർന്ന് നിന്നിട്ടാണെങ്കിൽ പോലും അത് നിർവഹിക്കേണ്ടതാണ് എന്നത് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായും നമ്മൾ നിലനിൽക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഞാൻ ഈ പറയുന്ന വിഷയത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട്. SIR-ന്റെ ദിനങ്ങളിലൂടെയും അതിൻ്റെ ഡോക്യുമെന്റേഷന്റെ സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോണത്. അത് തന്നെയാണ് ഇതുപോലത്തെ ഒരു വിഷയം ഈ മിമ്പറിൽ ഇന്ന് എടുക്കാനുള്ള കാരണവും. നമ്മൾ നിസ്സംഗരായി പരാതി പറയുന്നവരും പേടിക്കുന്നവരും കുനിഞ്ഞു കൊടുക്കുന്നവരും തലതാഴ്ത്തി കൊടുക്കുന്നവരും തലയാട്ടി കൊടുക്കുന്നവരും ആകേണ്ടവരല്ല. നമ്മൾ വികാരജീവികളും ഈ നിയമത്തെയും അതിൻ്റെ സംവിധാനങ്ങളെയും മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കത്തിമുനയുടെയും ആക്ഷേപസ്വരങ്ങളുടെയും ആളുകളാകേണ്ടവരുമല്ല. മറിച്ച് തലച്ചോറ് കൊണ്ട് പണിയെടുക്കുന്ന, കാര്യങ്ങളെ ബോധപൂർവം ഏറ്റെടുക്കുന്ന, സമൂഹത്തിന്റെ ഉള്ളറകളിലേക്ക് കയറി ചെല്ലുന്ന ആളുകളാകേണ്ടവരാണ്. ഡെമോക്രസി, മതേതരത്വം എന്നതൊക്കെ പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന് 100% നമ്മുടെ രാജ്യത്തെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. യൂറോപ്യൻ മതേതരത്വമല്ല നമ്മുടെ മതേതരത്വം, യൂറോപ്യൻ ഡെമോക്രസി അല്ല നമ്മുടെ ഡെമോക്രസി. ഇതൊന്നും അറിയാത്തൊരു മതേതരത്വത്തിനെതിരെയുള്ള ഫത്വ വായിച്ചും ഡെമോക്രസിയുടെ വിഷയം പറഞ്ഞും വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞും സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നവരുമുണ്ട്. അവരെക്കുറിച്ച് ഓർത്ത് സഹതപിക്കാനേ പറ്റൂ എന്നൊരു വാക്കുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെ, RSS എടുക്കുന്ന പണി എന്താണോ ആ പണിന്റെ വേറൊരു സൈഡാണ് അത്തരം ആളുകൾ എടുക്കുന്നതെന്ന് പറയാൻ ഒരാളെയും പേടിയില്ല. അത് പണ്ഡിതന്മാരുടെ കിതാബുകളുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ ബോധ്യപ്പെടുത്താനും തെളിയിക്കാനും തീർച്ചയായും പറ്റും. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ ഓരോ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഓരോ സന്ദർഭത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായി ഉദ്ധരിക്കുന്ന ഇത്തിരി പോന്ന ചക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നത് അങ്ങനെ തന്നെ ഞാൻ പറയും. അത് ഉത്തരവാദിത്തപൂർവ്വം പറയും. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക സമൂഹം ഒരിക്കലും നോക്കി നിൽക്കുന്ന ഒരു പരിപാടി, തിന്മയ്ക്കെതിരിലാണെങ്കിലും അധർമ്മത്തിനെതിരാണെങ്കിലും നോക്കി നിൽക്കുന്ന ഒരു പരിപാടി ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ബനൂ ഇസ്രായേലികളോട് അള്ളാഹ് പറഞ്ഞു, നമ്മളോട് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പറഞ്ഞതുപോലെ അവരോട് ശനിയാഴ്ച അവരുടെ ആരാധനക്കുള്ള ദിവസമായി നിശ്ചയിച്ചു കൊടുത്തു. പക്ഷേ നമുക്കില്ലാത്തൊരു അധിക ബാധ്യത അവരോട് അള്ളാഹ് നിർദ്ദേശിച്ചിരുന്നു. നമ്മളാണെങ്കിൽ അങ്ങനെ നിങ്ങൾ വെറുതെ ആലോചിക്കുക, എന്താ ഇന്ന് നിങ്ങൾ കച്ചവടത്തിനും കൃഷിക്കും പരിപാടിക്കൊന്നും പോകാൻ പാടില്ല, ഈ പൂർണ്ണമായ ദിവസം എന്തിന് ചെലവാക്കണം? ഇബാദത്തിന് തന്നെ ചെലവാക്കണം. നമ്മളോട് പറഞ്ഞതോ? നമ്മോട് പറഞ്ഞത് ബാങ്ക് വിളി കേൾക്കണ നേരാകുമ്പോഴത്തിന് പള്ളിക്കൊക്കെ വരണം, മിമ്പർമേ ഇമാമ കയറണ നേരാകുമ്പോഴത്തിന് പള്ളി കയറണം. അല്ലേ? നമ്മൾ കച്ചവടത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ അടക്കണിയും തുറക്കണിയും വിഷയത്തിൽ ഒരു 10-20 മിനിറ്റിൻ്റെ ലാഭത്തിന് അല്ലേ പലപ്പോഴും തീരുമാനമൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. ആർക്കെങ്കിലും നേരിട്ട് കൊള്ളണമെങ്കിൽ ഓരോടാ പറയണ്ടേ. നമ്മളെ ഫضل, നമ്മളെ സമ്പാദ്യത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കട തുറക്കണ നേരം അടക്കണ നേരം അല്ല. അത് ഓർത്തോളി, അത് പടച്ചോൻ തരുന്നതാ. അത് കട നേരത്തെ അടച്ചാലും കട തുറന്നാലും ഒക്കെ അതേ കിട്ടൂ. അല്ലേ? അപ്പം എന്താ ഒരു 10 മിനിറ്റ് ലാഭം കിട്ടാൻ വേണ്ടി എന്താ ക്രമീകരണങ്ങളൊക്കെ വരുത്തുന്ന രീതിയൊക്കെ പലപ്പോഴും ഉണ്ട്. അത് വ്യക്തിപരമായി തന്നെ ചില സുഹൃത്തുക്കളോട് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. അത് വ്യക്തിപരമായി പറയാൻ പറ്റിയില്ല. അപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് പറയാണ്, ഇതിമൊന്നും അല്ല കിടക്കണേ. നിങ്ങളെ വണ്ടി ഓടിക്കണവരുണ്ട്, ഇവിടെ കച്ചവടം നടത്തുന്നവരുണ്ട്. അല്ലേ? നിങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുന്ന ആദ്യ സമയത്ത് നിങ്ങളുടെ വന്ന് സ്വഫ് കെട്ടിയാലും ഒരു ഉറുപ്പ്യം നിങ്ങൾക്ക് പോകില്ല. വെറുതെ തോന്നുക, ഒരു ഉറുപ്പ്യം പോകില്ല. വളരെ തെറ്റായ ധാരണയാണത്. തവക്കുൽ വേണം, ഞാൻ അള്ളാൻ്റെ മാർഗത്തിലാണെന്നുള്ള നിയ്യത്ത് വേണം. അപ്പോൾ പണിയെടുക്കാതെ പഠിച്ച പൈസ കൈ കൊണ്ടുവന്നില്ല. എന്താ പണിയെടുക്കാതെ പൈസ കൈ കൊണ്ടുവന്നില്ല പറഞ്ഞാൽ
നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത നിലക്കുള്ള സംരക്ഷണങ്ങൾ പടച്ചോൻ തരും. രോഗങ്ങൾ, അപകടങ്ങൾ ഒക്കെ. ഇനി വല്ലതിലും പെട്ടാലോ മനുഷ്യന്മാരുടെ കൈത്താങ്ങുകൾ ഉണ്ടാകും. വിഷയം മാറുന്നില്ല. അപ്പോൾ ബനു ഇസ്രായേലുകളോട് അങ്ങനെയാണ് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവരെന്ത് ചെയ്തു? സബത്ത് നാളിൽ മത്സ്യം പിടിക്കാൻ പോയില്ല. കടലിൽ നിന്നൊരു ചാലിങ്ങനെ ഇട്ടിട്ട് ആ ചാലിലേക്ക് ഒഴുകി വന്ന മീനുകളൊക്കെ ഇങ്ങനെ ഒരു കുഴിയിലേക്കാക്കിയിട്ട് ആ കുഴിയിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് പോകാൻ പറ്റാത്ത പോലെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു? പള്ളിക്ക് പോയി. അപ്പോൾ ഇങ്ങനൊരു പണി അവിടെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വിശ്വാസികളായ ഒരു സംഘം ആളുകൾ അവർ നേരെ കടപ്പുറത്തേക്ക് പോയി. ഇത് കാലത്ത് ഉമ്മത്തു മിൻഹും, അവരിൽപ്പെട്ട ഒരു സംഘം ആളുകൾ അപ്പം ചോദിച്ചു, ഈ കടപ്പുറത്തേക്ക് പോണ ആളുകളെ കണ്ടിട്ട്, ലിമ തഅലൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും വ മുഅദിബുഹും അദാബൻ ശദീദ, അള്ളാഹ് നശിപ്പിക്കാനും തകർക്കാനും തീരുമാനിച്ച ഒരു ജനതയെ നിങ്ങളെന്തിനാ മനുഷ്യന്മാരെ നന്നാക്കാൻ പോണു? നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? ഒരു നശിക്കാൻ തീരുമാനിച്ചൊരു സമൂഹമാണ്. നശിക്കാൻ തീരുമാനിച്ചൊരു സമൂഹത്തെ നിങ്ങളെന്തിനാ നന്നാക്കാൻ പോണു? അവിടെ അവർ പറഞ്ഞൊരു ഉത്തരമുണ്ട്. ഖാലു മഅദിറതൻ ഇലാ റബ്ബിക്കും, ഞങ്ങൾക്ക് ഞങ്ങളെ പടച്ചോൻ്റെ അടുത്ത് ഉദ്ർ ബോധിപ്പിക്കാനാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ സമൂഹത്തിൽ ഈ 3 വിഭാഗം എന്നും ഉണ്ടാവും. ഒന്നാരാ? സമൂഹത്തിൽ തിന്മകൾ കാണുമ്പോൾ, അധർമ്മം കാണുമ്പോൾ അതിനെതിരെ അവനാൻ്റെ അവസാനത്തെ ചങ്കിലെ ചോര പൊടിഞ്ഞ് അവസാനിച്ച് മരിച്ചു വീഴും വരെ പൊരുതണമെന്ന മനസ്സുള്ള ആളുകൾ. ഒരുപാട് ആരോഗ്യമൊന്നും വേണ്ട, ഒരുപാട് സമ്പത്തൊന്നും വേണ്ട, ഒരുപാട് ഐഡിയാസ് ഒന്നും വേണ്ട. ഉള്ളിൽ ഇങ്ങനെ കനക്കുന്ന ഒരു ആത്മരോഷമുണ്ടാകും. അത് വിവേകത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കുന്ന ഒരു സമൂഹം എന്നും ഉണ്ടാകും. രണ്ടാമത്തെ ഒരു ടീം ഉണ്ടാകും. നിങ്ങളിങ്ങനെ നടന്നോളി ഇങ്ങനെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് അല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ പറഞ്ഞ് നടക്കുമോ? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഓരോട് കൊണ്ടുപോകും. ഇതൊക്കെ ഓരുണ്ടാക്കിയ നിയമമാണ്, ഓരോട് കൊണ്ടുപോകും. കള്ളുടിക്കണോ കുടിച്ചോട്ടെ, അതിനെന്തിനാ നിങ്ങൾ വെറുതെ പോകണു? ഇവിടെ നിങ്ങളിപ്പോൾ എത്ര വയൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ചോദിക്കുന്ന ഒരു ടീമുണ്ടാകും. 3, ഇതിലൊക്കെ പ്രതികളായൊരു ടീമുണ്ടാകും. അതിൽ നമ്മളെ ആരാകേണ്ടത്? കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. എന്താ ഉത്തമ സമൂഹത്തിൻ്റെ വിശേഷത? നിങ്ങളുടെ അടുത്ത് ദീനാറുകൾ കുറേ ഉണ്ടാകും, നിങ്ങളിൽ കുറേ സാഹിത്യകാരന്മാരുണ്ടാകും, മഹാസിറ്റികൾ പിടിച്ചടക്കുന്ന മേയർമാർ നിങ്ങളിൽ നിന്ന് വരും, നിങ്ങളിൽ ഉജ്ജ്വലരായ പോരാളികൾ ഉണ്ടാകും, നിങ്ങളിൽ സയന്റിസ്റ്റുകൾ ഉണ്ടാകും. അതാണോ കാരണം പറഞ്ഞത്? അതല്ല കാരണം പറഞ്ഞത്. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന മാതൃക സമൂഹമാണ് നിങ്ങൾ. എന്താ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കും, വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കും. അങ്ങനെ ഒരു പരിപാടി നമുക്കുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കുക. ഞാനും എൻ്റെ കുട്ടികളും കുടുംബമായിട്ട് ഇങ്ങനെ ജീവിക്കണതിൻ്റെ അപ്പുറത്ത് സമൂഹത്തിൽ പെയ്തിറങ്ങുന്ന തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ, ബെഡ്റൂം തൊട്ട് ഓഫീസ് തൊട്ട് യാത്രായിടങ്ങൾ തൊട്ട് സർവ്വയിടങ്ങളിലും കുമിഞ്ഞുകൂടുന്ന തിന്മകൾക്കെതിരിൽ ശബ്ദിക്കാനും പ്രവർത്തിക്കാനും നമ്മിൽ ആരുണ്ട് സുഹൃത്തുക്കളെ? ലഹരി ഇങ്ങനെ കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, മോഡൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, കുടുംബങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ അവർ തെറ്റായ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു, നമ്മുടെ കുടുംബങ്ങളിൽ ഡിവോഴ്സുകൾ വർദ്ധിക്കുന്നു, അല്ലേ? നമ്മുടെ കല്യാണങ്ങൾ ആർഭാടങ്ങളുടെ ഏറ്റവും വലിയ അധർമ്മങ്ങളുടെ കൂത്തരങ്ങുകളായി മാറുന്നു. അവിടെയൊക്കെ പോയി കല്യാണം കഴിച്ച് ചോറും വെച്ച് പോരുകയാണ് നമ്മൾ. 2 ആൾ ചോദിച്ചാൽ മതി, എന്താ എൻ്റെ കല്യാണത്തിന് നമ്മൾ എന്നെ ആളെ കല്യാണത്തിന് ഉണ്ടായ പരിപാടിയൊക്കെ ഉണ്ടാകുമോ? എന്നാൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ എന്ന് 2 ആൾ പറഞ്ഞാൽ മതി. സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിന് ക്ഷണിക്കരുതെന്ന് സ്റ്റിക്കറുകൾ ഒട്ടിച്ച് കോളിംഗ് ബെല്ലുകളുടെ അരികത്ത് ചേർത്ത് നിർത്തിയൊരു ജനതയാണ് നമ്മൾ. അത് ഈ സമൂഹത്തിലുണ്ടാക്കിയ ചലനങ്ങൾ ചെറുതല്ല. ആദ്യം അത് പിന്നിലൂടെ കൊടുക്കുന്ന പരിപാടിക്ക് പോന്നു. 2 ആൺകുട്ടിയും പെൺകുട്ടിയും പറഞ്ഞു പരിപാടിക്ക് ഞാനില്ല എന്ന്, അല്ലേ? അവിടേക്ക് എത്തിയത് ശക്തമായ സംഭാഷണങ്ങളും സംസാരങ്ങളും കൊണ്ടും തന്നെയാണ്. അതിന് സന്നദ്ധമാകുന്ന ഒരു ജനതയായി നമ്മൾ മാറണം. ഒഴുക്കിന് ഒപ്പം നീങ്ങുന്ന ആളുകൾക്കൊപ്പം ചേർന്നൊഴുകാനല്ല ഖുർആൻ പറഞ്ഞത്. ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂലു ഫി ഹദീസിൻ ഗൈരി. നിങ്ങൾ ഒരു സമൂഹത്തിൽ, ഒരു സംഘത്തിൽ, ഒരു ടീമിൽ ഇരിക്കുകയാണ്, അവരിങ്ങനെ വളരെ അധർമ്മങ്ങളിൽ മുഴുകുന്ന സംഭാഷണത്തിലാണ്. അവരെപ്പോഴും തുണിൻ്റെ താഴിനെ കുറിച്ചാണ് പറയണത്, അവരെ തമാശ അതിനെ കുറിച്ചാണ്. അവര് പ്രവാചകനെയും ഖുർആനിനെയും പരിഹസിക്കുന്ന വർത്തമാനങ്ങളാണ് പറയുന്നത്. എങ്കിൽ ഫലാ തഖഉദു മഅഹും ഫലാ തഖഉദു മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്. ഹത്താ യഖൂലു ഫി ഹദീസിൻ ഗൈരി, അവര് നല്ല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് സംസാരിക്കുന്നത് വരെ. സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളങ്ങൾ, ഇതൊന്നും ഇവിടെ വേണ്ടട്ടോ എന്ന് പറയാൻ പറ്റുന്ന ആളങ്ങൾ, പക്ഷെ നിങ്ങൾ മിണ്ടണില്ല. ഏറ്റവും ചുരുങ്ങിയത് മുഖത്ത് ആ വിമർശനത്തിന്റെ ഭാവം വരുത്തിക്കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് തന്നെ ഓർക്കണം, ഒരു ശാപാർഹരായി മാറുന്ന സമൂഹമായി നമ്മൾ മാറും. ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകൾ ശപിക്കപ്പെട്ടതിന്റെ കാരണം അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാമിന്റെയും ദാവൂദ് അലൈഹിസ്സലാമിന്റെയും നാവുകളാൽ ശപിക്കപ്പെടാനുള്ള കാരണം ദാലിക ബിമാ അസവ വകാനു യഅതദൂൻ, അവര് അതിക്രമങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. മാത്രമല്ല കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, തിന്മകൾക്കെതിരിൽ ശബ്ദിക്കുന്ന നാവ് അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയാ, തിന്മ
നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അള്ളാന്റെ ശിക്ഷ വരും. ആ ശിക്ഷ വരിക തിന്മ ചെയ്യുന്നവർക്ക് മാത്രമല്ല. വെള്ളടിക്കണ ഒരു സമൂഹം ഇവിടെ ഉണ്ട്, വെള്ളടിച്ച് വണ്ടി ഓടിക്കണ ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അവൻ വണ്ടി ഓടിച്ച് പോകാതെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനെതിരെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ മക്കളും നമ്മളിങ്ങനെ സന്തോഷത്തോടെ കടലിയും കുറച്ച് വണ്ടിയിൽ വർത്താനൊക്കെ പറഞ്ഞ് മോൾക്ക് A+ കിട്ടിയതിൻ്റെ ആഘോഷത്തിൽ സന്തോഷത്തിൽ പഠിച്ചോനെ സ്തുതിച്ചിങ്ങനെ പോരെയിരിക്കും. നിങ്ങളൊരു സംഗീതം പോലും വെച്ചിട്ടുണ്ടാവില്ല, മറ്റവൻ്റെ വേണ്ടി ഇടിച്ചങ്ങളെ കയറ്റും. അതാ ഖുർആൻ പറഞ്ഞത്, തെറ്റ് ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന, അനീതി ചെയ്യുന്ന മനുഷ്യരെ തെരഞ്ഞെടുത്തല്ല ശിക്ഷ വരിക. ഒരിക്കലും അതല്ല ശിക്ഷ വരിക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കഅബ തകർക്കാൻ ഒരു സംഘം മനുഷ്യർ വരും, ആ സംഘത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും, അവരില്ലാതെയാക്കി കളയും. ആയിഷ ബി ചോദിച്ചു, നബിയെ, നല്ല മനുഷ്യർ ജീവിക്കുന്ന ജനതയിൽ ആ നല്ല മനുഷ്യർ കൂടി ശിക്ഷിക്കപ്പെടൂലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, അവർക്ക് പരലോകത്ത് അവരുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ പടച്ചോൻ കൂലി കൊടുക്കും. അഥവാ ശിക്ഷകൾ പെയ്തിറങ്ങുമ്പോൾ ഒരു ജനതയ്ക്ക് പൊതുവായിട്ടായിരിക്കും ആ ശിക്ഷ ഇറങ്ങുക എന്ന് ഈ വചനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് എന്താ ഒരു വിശ്വാസം ചെയ്യേണ്ടത്? ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിച്ചതുപോലെ നീ നിവർന്ന് നിൽക്കണം, നീ ചൊവ്വായി നിൽക്കണം, അല്ലെ? ഇസ്തിഖാമത്ത് നിനക്കുണ്ടാകണം. നീ എവിടെ എത്തിപ്പെട്ടാലും നീ അള്ളാഹിനെ സൂക്ഷിക്കണം. അപ്പൊ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. നിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം നീ പടച്ചവന് കൊടുക്കണം. പടപ്പ് എന്ന നിലക്ക് നീ എടുക്കേണ്ട എല്ലാ ചുറ്റുപാടിലും നീ എടുക്കേണ്ട എല്ലാ തത്വങ്ങളും നീ പാലിക്കണം. എന്നിട്ട് നീ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആ വ്യക്തി അയാൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരാൾ തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർ ബിയദിഹി, നിനക്ക് കൈകൊണ്ട് തടയാൻ പറ്റിയെടുത്ത് നീ കൈകൊണ്ട് പോയി തടയണം, കൈകൊണ്ട് തന്നെ നോ പറയണം. ഇനിയോ ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, നിനക്ക് പറ്റൂല, കൈകൊണ്ട് തടയാൻ പറ്റൂല, അതിനുള്ള അവസ്ഥ നിനക്കില്ലെങ്കിൽ നീ നിന്റെ നാവ് കൊണ്ട് സംസാരിക്കണം. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, അതിനും പറ്റില്ലെങ്കിൽ നീ നിന്റെ മനസ്സുകൊണ്ട് അതിനെ വെറുക്കണം. വദാലിക അളഫൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും അവസാനത്തെ ദുർബലമായ കണിക അതാണ്. അതുമില്ല നീ അതിനോടൊക്കെ, അതിപ്പോ കാലൊക്കെ അങ്ങനെ പോവുകയാണ്, ഓരോ കാലത്തും ഓരോ രീതി ഉണ്ടാകും എന്ന നിലക്ക് അതിനോട് ലയിച്ചു ചേരുകയാണെങ്കിൽ ആ ലയിച്ചു ചേരുന്ന വ്യക്തി അവന് വരാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് പറയും. ഇദാ റഅന്നാസു അദ്വാലിമ, ഒരാൾ അക്രമിയായ ഒരു മനുഷ്യനെ കണ്ടു, അധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, മനുഷ്യരെ ദ്രോഹിക്കുന്നുണ്ട്, അയൽപക്കത്തെ വ്യക്തികളെ ദ്രോഹിക്കുന്നുണ്ട്, അതിര് തിരക്കുന്നുണ്ട്, അല്ലെ? സമൂഹത്തിൽ തിന്മകൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളെ കണ്ടു. ഫലം യഖുദു അലാ യദൈഹി, അവന്റെ ഇരു കരങ്ങളും പിടിക്കുന്നില്ലെങ്കിൽ ഔശക അൻ യഅമഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു, അല്ലാഹ് ശിക്ഷ എല്ലാവർക്കും കൂടി ഒന്നിച്ചിട്ടാണ് അയക്കുക. നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയാണ്, അവൻ കഞ്ചാവ് വലിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, അല്ലേ? പക്ഷേ ആരും മിണ്ടണില്ല. എന്താ കാര്യം? അത് കണ്ട് 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 അങ്ങനെ ഉണ്ട്. തിന്മകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അതിനോട് പതുക്കെ അങ്ങോട്ട് ലയിച്ചു ചേരും, പതുക്കെ അതിൻ്റെ ഭാഗമായി മാറും. അതിനോടൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല. ഒഴുകുന്ന സമൂഹത്തിന്റെ ഓളങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന ചപ്പു ചവറുകൾക്കൊപ്പം ചേർന്നൊഴുകും. അവസാനം ഒരു ദിവസം ഇത് പിടികൂടുമ്പോ കാരണം പോലും തിരിയില്ല, അല്ലേ? എന്താ? വല്ലാഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കണം, വല തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കണം. ഔല യൂശക്കന്ന അല്ലാഹു അയബഅസ അലൈക്കും ഇഖാബൻ മിൻ ഇൻദി സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും, അല്ലെങ്കിൽ എന്താ? അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ശിക്ഷ അയക്കും. പിന്നെ ആ ശിക്ഷ അയക്കുന്ന ഘട്ടമെത്തുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും എന്നാണ്. അതുകൊണ്ട് തന്നെ അഫ്ളലുൽ ജിഹാദ്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്താണ്? കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ രാജാവിന് മുന്നിൽ ഏറ്റവും സത്യസന്ധമായ നിലപാട് പറയലാണ് ഏറ്റവും ശരിയായ വഴി എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, റഹിമഹുല്ലാഹ് പറയാണ്, മൻ തറക ഇൻകാറൽ മുൻകിർ, എന്താ? ഒരു മോശമായ കാര്യത്തെ ഒരാൾ നിരാകരിക്കുന്നത് ഒഴിവാക്കിയാൽ ബിഖൽബിഹി വലിസാനിഹി ബിയദിഹി, അവന്റെ നാവ് കൊണ്ട്, അവന്റെ സംഭാഷണം കൊണ്ട്, അവന്റെ ശരീരം കൊണ്ട്, അവന്റെ ഹൃദയം കൊണ്ട് ഒഴിവാക്കിയാൽ കാന ശൈത്താനൻ അഖ്റസ, അവൻ മൗനിയാകുന്ന പിശാചാണ്. ഒക്കെ കാണുന്നുണ്ട്, എല്ലാതും കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാതെ നടക്കുകയാണ്. ഞാൻ എൻ്റെ ദീന് നോക്കിയാൽ മതി, എനിക്ക് വേറെ ആരും നന്നാക്കാനുള്ള ഉത്തരവാദിത്തമല്ല എന്ന നിലയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ പ്രശ്നമാണ്, അല്ലേ? ഇദാ സകതൽ ആലിമു തഖിയ്യതൻ, എല്ലാം അറിഞ്ഞിട്ടും പണ്ഡിതന്മാർ ഇത് ഒളിപ്പിച്ചു വെച്ചാൽ, വസകതൽ ജാഹിലു ജഹ്ലൻ, അറിവില്ലാത്തവർ അജ്ഞത കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാൽ, ഫമതാ ളുഹറുൽ ഹഖ്, സത്യങ്ങൾ എങ്ങനെ വെളിപ്പെടും, സത്യം എങ്ങനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് അഹ്മദ് ബിൻ ഹംബൽ പറയാ. ആരാ അഹ്മദ് ബിൻ ഹംബൽ? ഭരണാധികാരി വിധിച്ചു ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, എന്നെ പോലെ നിങ്ങളെ പോലെ സൃഷ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല, കലാമാണ്, വചനമാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ കാര്യം, കലാമ് ഹൽക്ക് രണ്ട് വാക്ക് കൈമൊക്കെ തർക്കിച്ചിട്ട് വെറുതെ ഈ നാട്ടിലാകെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണം. നമ്മളങ്ങനെ ചിന്തിക്കുക. ഒരു കലാം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇത്ര പോകുന്ന വാചകത്തിൽ പിടിച്ചിട്ടാണ് ഇവർ, അല്ലേ? മുസ്ലിം സമൂഹത്തെ ചുറ്റും നിന്നും ആളുകൾ ഇങ്ങനെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു വാക്കുകളിൽ പിടിച്ചിട്ടാണ് ഇവർ.
അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഗുരുക്കളൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾ ഇന്ന് പറയുന്ന നഅം, അതെ, നിങ്ങൾ ഇന്ന് പറയുന്ന ലാ, ഇല്ല, അത് ഒരു ജനതയുടെ ഉത്തരാണ്. എന്താ വിഷയം? ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് വന്നു കഴിഞ്ഞാൽ സൃഷ്ടിയെ കൊണ്ട് ഒരിക്കലും നമുക്ക് തവസ്സുൽ എടുക്കാനൊന്നും പറ്റൂല, സൃഷ്ടിയെ കൊണ്ട് ഒരിക്കലും ഇസ്തിആദത്ത് നടത്താൻ പറ്റൂല. അപ്പൊ ആയത്തുൽ കുർസി കയ്യിൽ ഊതിയിട്ട് തടവാൻ പറ്റൂല. അഖീദനെ ആഴത്തിൽ ബാധിക്കുന്നുണ്ട്. ഓരോ കാലത്തും ഇങ്ങനത്തെ തർക്കം വരും. ആ തർക്കങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെ ചെറുതായി തോന്നും, പക്ഷേ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ അത് ഗൗരവമുള്ളതായിരിക്കും. എന്താ അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത്? അദ്ദേഹത്തെ ചാട്ടവാറടിക്കാൻ പറഞ്ഞു. ചാട്ടവാറ് കൊണ്ട് അടിച്ചു. ഞാൻ ഒരുപാട് തവണ ഈ മിമ്പറിൽ പറഞ്ഞ കാര്യമാണ്. ചാട്ടവാറ് പൊട്ടി, അടിച്ചാൾ ക്ഷീണിച്ചിരുന്നു, എന്നിട്ട് നിർത്തിയില്ല. രണ്ടാമതാളെ കൊണ്ടൊന്ന് അടുപ്പിച്ചു. ഒക്കെ കഴിഞ്ഞ്, ശിക്ഷയൊക്കെ കഴിഞ്ഞ്, എല്ല് പൊട്ടി, ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങളിൽ നിന്ന് ചോര വാർന്ന് ജീവിതത്തിലേക്ക് പതിയെ നടന്നു കയറുന്ന ഷെയ്ഖ് അദ്ദേഹത്തിന്റെ സൊഫിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് അരികത്തിരുന്ന ആളുകൾക്കാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി മഅ്മൂൻ, എനിക്ക് ശിക്ഷ വിധിച്ച മഅ്മൂനിന് നീ പുറത്തു കൊടുക്കണേ പടച്ചോനെ. വിവരല്ലാതെ ചെയ്തതാണ് അയാൾ. നമ്മളെ ബെഡ്റൂമിലെ തർക്കങ്ങൾ, ജ്യേഷ്ഠാനിയന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ, അയൽപ്പക്കത്തെ പ്രശ്നങ്ങൾ, അല്ലെ, സംവിധാനങ്ങളിൽ, സംഘടനകളിൽ, പാർട്ടികളിലുള്ള പ്രശ്നങ്ങൾ, ഒരു മുഖ്യ ശത്രുവിനെ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിൽ പലപ്പോഴും മുന്നണികൾക്കിടയിൽ കൊച്ചു കൊച്ചു തർക്കങ്ങളാണ്, അല്ലെ. ഒരേ ആശയത്തിൽ നിൽക്കുന്ന രണ്ട് മുന്നണികൾ, അവർക്കിടയിൽ അവര് ആര് എങ്ങനെയെന്നുള്ള വിഷയങ്ങളാണ്. വിഴുങ്ങാൻ പോകുന്നു എന്നറിയുമ്പോഴും മൗനമായി നിൽക്കുകയാണ്. വിഴുങ്ങാൻ പോകുന്നു എന്നറിയുമ്പോഴും വളരെ ചെറിയ ഇൻട്രസ്റ്റുകൾ മാത്രമേ ആളുകളെ ഇത്തരം രംഗത്ത് സജീവമാക്കുന്നുള്ളൂ എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് ഗൗരവതരത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് SIRനെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. നമുക്കൊരു മാതൃകയുണ്ട്, നമുക്കൊരു മോഡലുണ്ട്. എന്തിലും കേരളം അതിൻ്റെ തനതായ മാതൃക കാണിക്കാറുണ്ട്. അപ്പോൾ ആരാത്? ഏതെങ്കിലും ഒരു വാർഡിലുള്ള ഏതോ പൊളിറ്റിക്കൽ പാർട്ടികളുടെ 2-3 ആളുണ്ടാവും, അല്ലേ. ഇവിടെ ആര് എന്നുള്ളതല്ല, ഏത് പാർട്ടിക്ക് വോട്ട് കുത്തും എന്നുള്ളതല്ല വിഷയം. ഇവിടുത്തെ വിഷയം എന്താ? ഈ നാട്ടിൽ ജീവിക്കണ ഓരോ മനുഷ്യരും എല്ലാ പ്രിവിലേജുകളോടും കൂടി ഈ നാട്ടിലെ പൗരനായി ജീവിക്കാനുള്ള അവകാശത്തുമല്ലാണ് തൊട്ടത്. വിഷയത്തെ തീരെ പഠിക്കാത്തവർക്കും വിഷയത്തെ കുറച്ച് പഠിച്ചവർക്കും ഇതൊരു പ്രശ്നമല്ല എന്നുള്ള തോന്നലുണ്ടാകുക. നമ്മൾ SIR അപ്ഡേറ്റ്സ് എന്നുള്ള പേരിൽ ഒരു പോസ്റ്റർ സീരീസ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പുകളിലൂടെയൊക്കെ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. മനുഷ്യന്മാരുടെ അടുത്തുനിന്ന് വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഒരു 30 സെക്കൻഡ് കൊണ്ട് ഉത്തരം കൊടുക്കാവുന്ന ഒരു മൂവ്മെൻ്റാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പള്ളികളിൽ, പൊതു ഇടങ്ങളിൽ, അമ്പലമുറ്റങ്ങളിൽ, സർവ്വയിടങ്ങളിലും SIRന്റെ കൗണ്ടറുകൾ തുറന്ന് ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ അകറ്റണം. വോട്ടില്ലെങ്കിൽ ഇപ്പം എന്താ എന്ന് ചിന്തിക്കണ്ട. വോട്ടില്ലെങ്കിൽ ഇപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും, ഒരു സംശയമല്ല. അത് രാഷ്ട്രീയ ബാധ്യതയാണ്, അത് സാമൂഹ്യ ബാധ്യതയാണ്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസപരമായ ബാധ്യതയാണെന്നാണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് എന്താ? നമ്മളൊക്കെ ഉണ്ടോ? പരിശോധിച്ച ആളുകളൊന്ന് ജസ്റ്റ് ഒന്ന് കൈവന്തിക്ക്. വളരെ കുറച്ച് ആൾക്കാരെ പരിശോധിച്ചിട്ടുള്ളൂ. പരിശോധിക്കണം, നമ്മളുണ്ടോ? ഞാനൊക്കെ എന്തായാലും ഉണ്ടാവും, അല്ലേ. വെറുതെ തോന്നുകയാണ് ഞാനൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. പിന്നെ മരുമക്കൾ അസ്വസ്ഥരായി പായൊന്നും വേണ്ട. ഇതിലെ പ്രശ്നം എന്താ അറിയോ? രേഖ കൊടുത്താൽ പോരെ എന്നാണ് ചില ആൾക്കാർ ചോദിച്ചത്. രേഖ കൊടുത്താൽ പോരെ? രേഖ കൊടുക്കണേ, രേഖ വേണ്ടേ? വാപ്പാന്റെ ജനന സർട്ടിഫിക്കറ്റ് വേണ്ടേ? 2002 അപ്പുറത്തുള്ളവർക്ക് അതെവിടുന്ന് കിട്ടും? വിഷയങ്ങളുണ്ട്. അത് കിട്ടാൻ ആവശ്യമായ ആശയയുദ്ധമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. യുദ്ധങ്ങൾക്ക് ഉത്തരമുണ്ടായിട്ടുണ്ട്. ബീഹാറിൽ നടപ്പിലാക്കിയ SIR അല്ല കേരളത്തിൽ നടപ്പിലാക്കുന്ന SIR. എന്താ കാര്യം? ആ SIRനെതിരിൽ പൊതുനിരത്തിൽ മനുഷ്യരിറങ്ങിയത് കൊണ്ടാണ്. അവർക്ക് ഹൃദയത്തിൽ നിന്ന് ഭിക്ഷലോട്ട് കൊടുക്കും നമ്മൾ. അവരുടെ രാഷ്ട്രീയമല്ല നോക്കുക. അത് പറയുമ്പോൾ ഏതോ പാർട്ടികളെ പൊളിറ്റിക്കലി സംരക്ഷിച്ചതാണെന്ന് പറഞ്ഞോന് പോവാ. നമ്മളുള്ളിലുണ്ട് എന്താണ് നമ്മളെ നിലപാട് എന്നുള്ളത്. ആരുടെയും മുന്നിൽ ആരുടെയും ഔദാര്യത്തിന് വേണ്ടി നിൽക്കേണ്ട സാഹചര്യം ഈ ജനതയ്ക്കില്ല. ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, ആർക്കുമില്ല. മുസ്ലിങ്ങൾ ആദ്യ ടാർജറ്റാണ്. അത് കഴിഞ്ഞ് അടുത്തവർ വരും, അല്ലേ. 100 കൊല്ലമായി പദ്ധതി ഒരുക്കി പണിയെടുക്കുന്ന, ആസൂത്രണം നിർവഹിക്കുന്ന, ആദ്യം കോർപ്പറേറ്റുകൾക്കിടയിൽ, പിന്നെ ബ്യൂറോക്രാറ്റുകൾക്കിടയിൽ, വില്ലേജ് ഓഫീസ് മുതൽ അങ്ങോട്ട് IAS വരെയുള്ള പോസ്റ്റുകളിൽ ആളുകളെ നിശ്ചയിച്ച് ദൗത്യത്തിന്റെ റൂട്ട് നിശ്ചയിച്ചവരാണ് ഇതിന് വന്നിട്ടുള്ളതെങ്കിൽ 2013 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവര് കിതക്കുകയാണെന്ന് ഞാൻ പറയും. കിതക്കുകയാണ്. വിഷയങ്ങളെ ശരിക്ക് പഠിക്കുന്ന ആളുകൾക്ക് അതാണ് മനസ്സിലാകുക. ഈ രാജ്യത്തെ മനുഷ്യരുടെ തെരഞ്ഞെടുപ്പിൽ അവർ കുത്തിയ വോട്ട് കൊണ്ടല്ല ഇവരാരും അധികാരത്തിലിരിക്കുന്നത് എന്നത് നമുക്ക് നൽകുന്നത് ചില്ലറ ആത്മവിശ്വാസമല്ല. ഈ ജനത ഒരിക്കലും തെറ്റായ വഴിയിൽ ചിന്തിച്ചിട്ടില്ല എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇത് കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ കാര്യം ആദ്യം നോക്കണം. നമ്മളെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മളൊരാളായിരിക്കും. ഓരോരുത്തരും പരിശോധിക്കണം. അത് ഒരു കൃത്യമായ BLOമാരോട് പൂർണ്ണമായി സഹകരിക്കണം. അവരുടെ മേൽ ഓർഡർ വന്നുകൊണ്ട്, ഗവൺമെൻറ് ഓർഡർ വന്നതുകൊണ്ട് ഇതിനിറങ്ങിയ ആൾക്കാരാണ് അവർ പലരും. അത് ആത്മാർത്ഥമായി ഏറ്റെടുത്ത ആൾക്കാരാണ് അവർ.
1000 1500 വീടുകൾ പോകേണ്ടവരാണ് അവര് തളർന്ന അവശരായി വരുമ്പോൾ അവർക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുക്കുന്നത് മുതൽക്ക് ഈ ദൗത്യത്തോട് ചേർന്ന് നിൽക്കലാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കൂടിക്കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, അവരെ കൂടെ പോയി വീടുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ പദ്ധതി പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കണം. എന്നിട്ട് അധികാര സിംഹാസനങ്ങളിൽ നിന്ന് ഇത്തരം ആളുകളെ പടിക്ക് പുറത്ത് നിർത്തണം. അത് തന്നെയാണ് ദൗത്യം, ഒരു സംശയവും അതിലില്ല. അതുകൊണ്ട് നമ്മുടെ പല സുഹൃത്തുക്കളും ഇത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നവരാണ്. നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയാണ്. പലരും ഉണ്ടാകും, അവരിങ്ങനെ അവർ ക്ലബിലുണ്ടാകും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ചിലർ വീട്ടിലിരിക്കും, മൊബൈലും തോണ്ടിയിരിക്കല. ആ കാലമൊക്കെ കഴിഞ്ഞു. നമ്മുടെ റോള് ശരിയാം വിധം നിർവഹിച്ച് ശക്തമായി മുന്നോട്ട് പോകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് ഖുതുബ ആരംഭിച്ച കാര്യം ആണ് രണ്ടാമത്തെ ഖുതുബയിൽ വീണ്ടും പറയുന്നത്. കുറച്ച് ആളുകൾ അത് കേൾക്കാത്തതുകൊണ്ട്. മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടൊരു മനുഷ്യൻ, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തുചേർന്ന കരാറിൻ്റെ പേരാണ് ഹിൽഫുൽ ഫുദൂൽ. ആ ഹിൽഫുൽ ഫുദൂലിൽ പ്രവാചകൻ പങ്കെടുക്കുകയും അവിശ്വാസികളായ സമൂഹത്തിൻ്റെ കൂടെ തന്നെ പിന്നീട് ആക്രമിച്ച ഒരു ജനതയുടെ കൂടെ അദ്ദേഹം നിൽക്കുകയും അവരെ ഇനിയും വിളിച്ചാൽ ഞാൻ ഇനിയും അതിന് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ ആ മഹാദൗത്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. രാജ്യത്തെ മോചിപ്പിക്കേണ്ടത് മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു ഒറ്റ ടീമായി നിന്നിട്ടല്ല. എങ്ങനെയാണോ രാജ്യം സ്വതന്ത്രമായത് അങ്ങനെയാണ് മോചിപ്പിക്കേണ്ടത്. എല്ലാവരും ഒന്നിച്ച് നിന്ന് ചേർന്ന് നിന്ന്. എന്നാൽ വിഷയങ്ങളിൽ ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാകും, അതിൽ സംശയമൊന്നുമില്ല. വിശ്വാസങ്ങൾ വേറെ വേറെ തന്നെയാണ്. വിശ്വാസങ്ങളെ വേറെ വേറെ തന്നെയായി കണ്ട് സൗഹൃദങ്ങളെ യഥാവിധി പാലിക്കാൻ പറ്റും. വിശ്വാസങ്ങൾ ഇങ്ങനെ ലയിച്ച് അതിങ്ങനെ മതസൗഹാർദ്ദമൊന്നും പേരിട്ട് അത് കൂട്ടിക്കുഴച്ചിട്ടല്ല നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടത്. ഓരോരുത്തർക്കും ഒരു നിലപാടുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ ശരിയാം വിധം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയാണ് മൗലാന ആസാദും ഗാന്ധിജിയും ചെയ്തത്. മൗലാന ആസാദ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയപ്പോൾ സൗഹാർദ്ദം പറഞ്ഞ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഗാന്ധിജി വന്നിട്ടില്ല. ഗാന്ധിജി അമ്പലത്തിലേക്ക് പോയപ്പോൾ സൗഹാർദ്ദം പറഞ്ഞ് അമ്പലത്തിലേക്ക് പോയിട്ടില്ല. അവർക്ക് രണ്ടുപേർക്കും രണ്ടാളുടെയും വിശ്വാസത്തിൽ നിൽക്കേ തന്നെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പോരാട്ടങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ആ സൗഹൃദം അവർക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിച്ച് ശക്തമായി മുന്നോട്ട് പോകണം, ദൗത്യങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ എൻ്റെ സംസാരം കേട്ട ഓരോ സ്ത്രീയും പുരുഷനും അവരിടപെടേണ്ട ഒരു ഇടമുണ്ട്. അവിടെ അവരുടെ ബാധ്യത നിർവഹിക്കണം, നിർവഹിക്കണം. അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.